ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി സോയാബീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിൽ നമുക്ക് സോയാബീൻ റെഡിയാക്കി എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമുക്ക് അളവിന് ആവശ്യത്തിനുള്ള സോയാബീൻ എടുക്കാം കേട്ടോ. ഞാനിവിടെ 250 ml കപ്പിൽ ഒരു കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട്. അതാദ്യമേ തന്നെ നമുക്കൊന്ന് ചൂടുവെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം കേട്ടോ. നല്ല തിളച്ച വെള്ളം അതിലേക്ക് കൂട്ടി ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി മാറ്റി വയ്ക്കുക കേട്ടോ. 10 മിനിറ്റിന് ശേഷം സോയാബീൻ നമുക്കൊന്ന് അരിപ്പയിലൊന്ന് അരിച്ച് ഊറ്റിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് വെള്ളം കളയണേ. ഒന്ന് സ്പൂൺ വെച്ച് പ്രസ് ചെയ്തോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് പിഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല. നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് അതവിടെ അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി കറിക്ക് ആവശ്യത്തിനുള്ള സവാള, ഒരു ചെറിയ സവാള 2 എണ്ണം, വലുതാണെങ്കിൽ 1 മതിയിട്ട്, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു തക്കാളി. ആദ്യമേ തന്നെ ബട്ടറും കുറച്ച് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലിട്ട് സവാളയൊന്ന് വഴറ്റിയെടുക്കാം. ഒപ്പം തക്കാളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സ്വല്പം മാത്രം മല്ലിപ്പൊടി, സ്വല്പം ഗരം മസാല, ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇച്ചിരി വലിയതായിട്ട് സവാള അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാനുള്ളതാട്ടോ. അപ്പോൾ എരിവിന് ആവശ്യത്തിന് മാത്രം മുളക് പൊടി ചേർത്താൽ മതി. ഈ കറി ഒരുപാട് എരിവും മുന്തി നിൽക്കണേക്കാളും നല്ലത് പാകത്തിനൊരു എരിവിൽ നിൽക്കണേ കേട്ടോ. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുത്തതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി വരുമ്പോൾ മിക്സിയുടെ ജാറിൽ സ്വല്പം മാത്രം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ടൊന്നങ്ങ് അരച്ചെടുക്കാം കേട്ടോ. ഇനി അതേ പാൻ വീണ്ടും വച്ചിട്ട് അതിലേട്ട് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേട്ട് പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, അപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവർ കുറച്ചുകൂടി ഇഷ്ടമുള്ളവർക്ക് സ്വല്പം കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 അല്ലി വെളുത്തുള്ളിയാണേ ചേർത്തിട്ടുള്ളൂ. അതൊന്ന് നന്നായിട്ട് അങ്ങ് വഴണ്ടി വരുമ്പോഴേക്കും അതിലേട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഗരം മസാലയും വെളുത്തുള്ളിയും നല്ലതുപോലെ ബട്ടറിൽ കിടന്നങ്ങ് മൂത്ത് വരുമ്പോഴേക്കും ആദ്യമേ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള അരപ്പില്ലേ, അത് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഒപ്പം മിക്സി ഒന്ന് കഴുകി സ്വല്പം മാത്രം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അരപ്പൊക്കെ നല്ലതുപോലെ ഒന്നങ്ങ് തിളച്ച് വരുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത് അരപ്പങ്ങ് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള സോയാബീൻ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. സോയാബീൻ ഫുള്ളായിട്ട് ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി മൂടി വെച്ച് സോയാബീൻ ഒന്നങ്ങ് വേവിച്ചെടുക്കാം. അധികം വേവൊന്നുമില്ല കേട്ടോ. ഒരു 2-3 മിനിറ്റ് അങ്ങ് തിളച്ച് വരുമ്പോഴേക്കും കറിയുടെ ഒരു 1/4 ഭാഗം കഴിഞ്ഞ്. ഇനി ചെറിയ മിനുക്കുപണികളും ഡെക്കറേഷനും ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും അറിയിക്കണം കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോ ചപ്പാത്തി ഇടിയപ്പോ എന്തിൻ്റെ ഒപ്പോ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റും ആണെന്ന് പറയാം. ഇനി എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു ചെറിയ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 നുള്ള് പഞ്ചസാര ഒന്ന് വെതറി കൊടുക്കാം കേട്ടോ. ഒപ്പം കസൂരി മേത്തിയും ഒന്നങ്ങ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടണം കേട്ടോ. ഇതൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് കറിക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് സ്വല്പം ഗരം മസാലയും കൂടെ കൂടിയിട്ട് ചേർത്ത് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അതങ്ങ് തിളച്ച് സെറ്റായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ വെറുതെ കഴിക്കും, അത്ര ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് മക്കൾസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനി സോയാബീൻ കഴിക്കാനൊക്കെ മടിയുള്ളവർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒപ്പം ഗാർണിഷിന് സ്വല്പം മല്ലിയില ഒന്ന് കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്താൽ പരിപാടി കഴിഞ്ഞു. സിമ്പിളല്ലേ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ്റെ ഒരു ബട്ടർ മസാല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു കറി റെഡിയായി. ഇനി നമുക്ക് മിക്സ് ചെയ്യുക. എന്താണോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ ഒപ്പം അങ്ങ് സെർവ് ചെയ്യുക. എല്ലാവരെയും സന്തോഷിപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതുണ്ടാക്കിയ നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് തന്നെ പറയൂ കേട്ടോ കഴിക്കണവർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും നല്ല വീഡിയോയിൽ കാണാം. ബൈ.